അപ്പൊ മലപ്പുറം കൊണ്ടോട്ടിന്ന് ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് കാണാൻ വന്നിരിക്കുകയാണ് CPM പ്രവർത്തകരായ കുറച്ച് ആളുകൾ. അപ്പൊ എങ്ങനെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ കണ്ട് വിലയിരുത്തിയോ? നല്ല ഉഷാർ പ്രവൃത്തിയാണ്. നല്ല ഓരോ വീടും ഞാൻ പോയി സന്ദർശിച്ചു നോക്കി. നല്ല വർക്കാണ്. പിന്നെ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. ഞങ്ങളിവിടെ മൊത്തം നടന്ന് കറങ്ങി. അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെയാണ് പരിപാടികൾ നടക്കുന്നത്. ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഫെബ്രുവരി 3-ാം വാരമാകുമ്പോഴത്തേന് ഉദ്ഘാടനം ഒക്കെ കഴിയും. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി വന്ന് കാണാം. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരണോ? ഞങ്ങളിപ്പോൾ അത് ജസ്റ്റ് ഫസ്റ്റുള്ള വീട് ഒക്കെ സന്ദർശിച്ച്, ആ മോഡൽ വീടൊക്കെ സന്ദർശിച്ച്. അപ്പോൾ നല്ല സൗകര്യത്തിൽ നല്ല ഉഷാറിലാണ് വീട് ഇറക്കുന്നത്. പൊതുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഈ സെറ്റപ്പ് പരിപാടികളൊക്കെ പാടെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ ഈ ഫാസ്റ്റായിട്ടുള്ള പ്രവൃത്തി ഒക്കെ അഭിനന്ദനാർഹമാണ്. അപ്പൊ ടൗൺഷിപ്പ് കാണാനായിട്ട് വന്നതാണോ? ഓക്കെ, അതിനായിട്ട് വന്നതാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കണമല്ലുള്ളൂ, പക്ഷെ അത് നേരിട്ട് കണ്ടാൽ സത്യാവസ്ഥ അറിയാൻ പലതും അല്ലേ കേൾക്കണേ. അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ വന്ന് പ്രോജക്റ്റ് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. സന്തോഷമായി. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഓരോ പല ഭാഗത്തുമായിട്ട് ഒരേ സമയത്ത് വർക്കും നടക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് വർക്കും നടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓരോ ദിവസം നമ്മൾ സംശയം ചോദിക്കുമ്പോൾ നല്ല ഉഷാറായിട്ടാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് വർക്ക് നടക്കുന്നത്. ദുരന്തബാധിതരെ സർക്കാർ ചേർത്ത് വിളിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്കൊക്കെ എപ്പോഴും നമുക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന പോലത്തിലാണ് മാതൃകാ പ്രവർത്തനം. അതല്ലേ, നല്ല സെറ്റപ്പ് ആയിട്ടാണ്. മാതൃക വീടൊക്കെ നോക്കി കണ്ടു. കണ്ടു. ഭയങ്കര സന്തോഷം. വളരെ ഹാപ്പി. നല്ല വിശാലമായിട്ടുള്ള റൂം ഒക്കെ നല്ല ഉഷാറായിട്ട് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ സെറ്റപ്പിലുള്ളതാണ്. എല്ലാവിധ സൗകര്യം, എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുള്ളതാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് ഒന്നും കൂടി വരിക? ഞങ്ങൾ എന്തായാലും വരും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ബാക്കി കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ വരും. ഒന്നുകൂടി സന്ദർശിക്കണം എന്നുണ്ട്. പരിപാടികൾ നടക്കട്ടെ.